നമുക്ക് മഴ മുന്നറിയിപ്പുകൾ നോക്കാം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 5 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ അരുവിക്കര ഡാമിന്റെയും നെയ്യാർ ഡാമിന്റെയും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. സമീപ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. അതേസമയം മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് പൊന്മുടി, മങ്കയം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രവേശനമുണ്ടായിരിക്കില്ല. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, മഴ മുന്നറിയിപ്പുകൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? എവിടെയൊക്കെ ജാഗ്രത പുലർത്തണം? റോഷ്നി, മഴ ശക്തമാകുമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. പ്രധാനമായും ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിൽ മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് മഴ കുറച്ചു മാറി നിന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോഴും പ്രവചിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം 4 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്, അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. അത് തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ്. ഒപ്പം തന്നെ കൊല്ലം ജില്ലയ്ക്കും എറണാകുളം ജില്ലയ്ക്കും തൃശൂരിലും പാലക്കാടും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിലും തീരദേശത്തുള്ളവർക്കുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടവിടാതെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങൾ, നദിയോരത്ത് താമസിക്കുന്നവർ, അങ്ങനെ അവിടങ്ങളിലൊക്കെ ഉള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. നാളെ വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ഈ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ഒപ്പം നദികളിലെ ജലനിരപ്പ് ഇങ്ങനെ ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അരുവിക്കര ഡാമിന്റെ 5 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതം ഇന്ന് ഉച്ചയ്ക്ക് ഉയർത്തിയിരുന്നു. ഒപ്പം തന്നെ നെയ്യാർ ഡാമിന്റെയും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് സമീപത്ത് താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ നവരാത്രിയൊക്കെ വരുന്നതുകൊണ്ട് ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് പോകാനുള്ള ഒരു തിടുക്കമൊക്കെ ആളുകൾക്കുണ്ടാവും. അവർക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ഈ പൊന്മുടി ആയാലും മങ്കയമായാലും ഇവിടെയൊക്കെ തന്നെയുള്ള യാത്ര അത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയൊരു മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ടും ഈ മോശം കാലാവസ്ഥയുടെ ഒരു പശ്ചാത്തലത്തിലും പൊന്മുടിയിലേക്ക് പോകാനൊക്കെ ആരെങ്കിലും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൊന്മുടിയിലേക്കോ മങ്കയം ടൂറിസ്റ്റ് സ്പോട്ടിലേക്കോ പോകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ഏതായാലും റോഷ്നി, വരുന്ന ദിവസങ്ങളിലും മഴ ഇങ്ങനെ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഓക്കെ, അപ്പോൾ മഴ ശക്തമാവുമെന്നുള്ള മുന്നറിയിപ്പാണുള്ളത്. അപ്പോൾ ജാഗ്രതയിൽ തന്നെ ഇരിക്കുക. പ്രത്യേകിച്ച് നഗരങ്ങളൊക്കെ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ സൂക്ഷിക്കുക. സുനിഷയാണ് വിശദാംശങ്ങൾ നൽകിയത്.